നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴത്തായിട്ട് അവിടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്നൊരു സെക്ഷൻ കാണാം. ഈ ഒരു ഭാഗത്ത് മോർ എന്നൊരു ഓപ്ഷൻ കൂടി കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരിക. ന്യൂസ് പേജ് എന്ന് പറയുന്നൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരിക. അപ്പോൾ ഇതിൽ നമുക്ക് 2020 നോട്ടിഫിക്കേഷൻ 2020 നവംബർ മാസത്തിൽ പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനുകളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കാണാം 2 നോട്ടിഫിക്കേഷനുകളാണ് നവംബറിൽ പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ അഡ്വർടൈസ്മെന്റ് നമ്പർ 8/2020 ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആൻഡ് ജൂനിയർ സ്റ്റെനോഗ്രാഫേഴ്സ് എന്നൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം. ആ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വായിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജിലേക്കായിരിക്കും നമ്മൾ പോവുക. ഇവിടെ നമുക്ക് കാണാം ആ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപ്ലൈ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ലിങ്കും ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡ്വർടൈസ്മെന്റ് ആദ്യം പരിശോധിക്കാം. അതിനായി ക്ലിക്ക് ഹിയർ ഫോർ ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് 8/2020 എന്ന് പറയുന്ന ഈ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വരും. അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഓപ്പൺ ആയി വരിക. നവംബർ 28-നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ പുറത്തിറക്കിയത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ് നൽകിയിരിക്കുന്നത്. ബാംഗ്ലൂരിലേക്കാണ് നിയമനം നടത്തുവാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ്, എന്തൊക്കെയാണ് അതിന് വേണ്ട യോഗ്യതകൾ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ +2 ആണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എല്ലാ പോസ്റ്റുകളിലേക്കും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ +2 യോഗ്യതയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു പോസ്റ്റ് കോഡ് നൽകിയിരുന്നത് AD01 എന്നാണ് നൽകിയിരിക്കുന്നത്. അതിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറൽ ആൻഡ് S&AP എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒഴിവുകൾ എത്തരത്തിലാണെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. 12 ഒഴിവുകളാണുള്ളത്. ഒരു പോസ്റ്റ് SC കാറ്റഗറിയിലുള്ളവർക്കും 4 പോസ്റ്റുകൾ OBC കാറ്റഗറിയിലുള്ളവർക്കും 1 പോസ്റ്റ് EWS കാറ്റഗറിയിലുള്ള ആളുകൾക്കുമായി റിസർവ് ചെയ്തിരിക്കുകയാണ്. 6 പോസ്റ്റുകൾ ജനറൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലാണ് 12 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 6 ജനറൽ വാക്കൻസികളും 1 SC 4 OBC 1 EWS വാക്കൻസിയും സഹിതം 12 ഒഴിവുകളാണ് ഈ പറയുന്ന ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറൽ ആൻഡ് S&AP എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന് വേണ്ടി നൽകിയിരിക്കുന്നത്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് +2 പാസ്സായിരിക്കും എന്നുള്ളൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് ഈ പറയുന്ന, അതായത് ഇംഗ്ലീഷിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 35 വേർഡ് പെർ മിനിറ്റ് ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 30 വേർഡ് പെർ മിനിറ്റ് ഹിന്ദിയിൽ ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. അപ്പോൾ ഹിന്ദി അറിയാത്തവർക്ക് ഇംഗ്ലീഷിൽ ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് ഉണ്ടായാൽ മതി. മാത്രമല്ല ഈ ഒരു ടൈപ്പ് റൈറ്റിംഗ് ഉണ്ടായിരിക്കുക കമ്പ്യൂട്ടറിൽ തന്നെ ആയിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടറിലുള്ള ആ ഒരു ടൈപ്പിംഗ് സ്പീഡാണ് അവർ പരിശോധിക്കുക. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്ന 28 വയസ്സിന് മുകളിൽ ഉള്ള ആളുകളായിരിക്കരുത് എന്നുള്ളൊരു ഏജ് ലിമിറ്റാണ് അവിടെ നൽകിയത്. അപ്പോൾ 28 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും +2 യോഗ്യതയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വളരെ മികച്ചൊരു അവസരം തന്നെയാണത്. ടൈപ്പ് റൈറ്റിംഗിൽ, അതായത് കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് അവർ പരിശോധിക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ളൊരു ടെസ്റ്റും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. സ്കെയിൽ ഓഫ് പേ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഏകദേശം നിങ്ങൾക്ക് 7ാം പേ കമ്മീഷൻ്റെ സാലറി അനുസരിച്ച്, അതായത് 19,900 രൂപ മുതൽ 63,200 രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു പോസ്റ്റ് നൽകുന്നത് അതും ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് തന്നെയാണ്. പക്ഷേ F&A എന്നാണ് ആ ഒരു പോസ്റ്റിന് അവിടെ നൽകിയിരിക്കുന്ന ഒരു സ്പെസിഫിക്കേഷൻ ആയിട്ട് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ AD02 എന്നാണ് ഇത് നൽകുന്ന പോസ്റ്റ് കോഡ് നൽകിയിരിക്കുന്നത്. 5 ഒഴിവുകളാണുള്ളത്. അത് റിസർവ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് OBC കാൻഡിഡേറ്റ്സിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. 4 പോസ്റ്റുകൾ അൺറിസർവ്ഡ്, അതായത് ജനറൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി 4 പോസ്റ്റുകൾ. അത്തരത്തിൽ 5 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ +2 തന്നെയാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായി വേണ്ടത്. മാത്രമല്ല നിങ്ങൾ +2-ന് അക്കൗണ്ടൻസി ഒരു വിഷയമായി പഠിച്ചിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടൻസി വരുന്നത് കൊമേഴ്സിലാണ്. അപ്പോൾ കൊമേഴ്സ് പഠിച്ച ആളുകൾക്ക്, +2 കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പോസ്റ്റ് കോഡ് ശ്രദ്ധിക്കുക, AD02 ആണ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് തന്നെയാണ് പോസ്റ്റിന് നൽകിയിരിക്കുന്ന പേര്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ്, ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾക്ക് 35 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലോ അതല്ലെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ് ഹിന്ദിയിലോ ആയിരിക്കും. അപ്പോൾ മലയാളികൾക്ക് ഹിന്ദിയേക്കാൾ കൂടുതൽ എളുപ്പം ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ 35 വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇതിനും ഏജ് ലിമിറ്റ് 28 തന്നെയാണ്. അപ്പോൾ സ്കെയിൽ ഓഫ് പേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 19,900 രൂപ മുതൽ 63,200 രൂപ വരെ ആയിരിക്കും ഈ പറയുന്ന പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന്
പ്രത്യേകം നോട്ട് ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തൊരു പോസ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്നാണ് നൽകിയിരുന്നത്, ഇംഗ്ലീഷ് എന്നാണ് നൽകിയിരുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇതിൽ ഹിന്ദി മറ്റുള്ള കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ജൂനിയർ സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ് എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് നൽകുന്ന പോസ്റ്റ് കോഡ് AD03 എന്നാണ്. 7 ഒഴിവുകളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി നിലവിലുള്ളത്. ഒരു പോസ്റ്റ് SC കാൻഡിഡേറ്റ്സിന് വേണ്ടിയും 2 പോസ്റ്റുകൾ OBC കാൻഡിഡേറ്റ്സിന് വേണ്ടിയും 1 പോസ്റ്റ് EWS കാറ്റഗറി ഉള്ളവർക്കും 3 പോസ്റ്റുകൾ ജനറൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി ആണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ 7 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇതിനു വേണ്ട യോഗ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ +2 തന്നെയാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. ഇതിന് അക്കൗണ്ടൻസി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ +2 പാസ്സായാൽ മതി, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ +2 പാസ്സായാൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന സ്പീഡ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്പീഡ് 80 വേർഡ് പെർ മിനിറ്റ് ഷോർട്ട് ഹാൻഡ് ഇൻ ഇംഗ്ലീഷിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ 50 MTS ആൻഡ് 35 വേർഡ് പെർ മിനിറ്റ് ടൈപ്പ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഓൺ കമ്പ്യൂട്ടർ എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ടൈപ്പിംഗ് സ്പീഡുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന ജൂനിയർ സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ് എന്ന ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. 27 വയസ്സിന് മുകളിൽ ആയിരിക്കരുത് പ്രായം എന്നുള്ള കാര്യം പറയണം. ഈ പറയുന്ന ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് അതായത് 25,500 രൂപ മുതൽ 81,100 രൂപ വരെ ആയിരിക്കും ഈ പറയുന്ന പോസ്റ്റ് ലഭിക്കുന്ന സാലറി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ഇതിൽ 50 MTS എന്ന് നൽകിയിരിക്കുന്ന 50 മിനിറ്റ്സ് എന്നാണ്. +2 ആണ് അടിസ്ഥാന യോഗ്യത ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഡിഗ്രിയുള്ള ആളുകൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ MS ഓഫീസ്, MS വേർഡ്, MS എക്സൽ, PowerPoint എന്നിവ ഉപയോഗിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ. നേരത്തെ കണ്ട പേജിൽ താഴെയായിട്ട് അപ്ലൈ ഓൺലൈൻ ഫ്രം ഹിയർ എന്നൊരു ഓപ്ഷൻ നമ്മൾ കണ്ടിരുന്നു. അവിടെ നിന്നാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. അത് എത്തരത്തിലാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ പരിശോധിക്കാം. ഇനി സെലക്ഷൻ്റെ കാര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അതൊരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും ആദ്യം, അതിനുശേഷം ഒരു ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത പോസ്റ്റിന്റെ സെലക്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഒരു ഓപ്പൺ കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ ഒരു റിട്ടൺ എക്സാമിനേഷൻ ഈ പറയുന്ന ആളുകൾക്കും സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്കും ഉണ്ടായിരിക്കും. മിനിമം ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞാൽ തന്നെ 10+2. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് പ്രൊഫഷൻസി കമ്പ്യൂട്ടർ ടെസ്റ്റിംഗ് അത്തരത്തിലുള്ള ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി അവർ അതിനുശേഷം നടത്തുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. 100 രൂപ അപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് ജനറൽ കാൻഡിഡേറ്റ്സിനാണ് ഈ പറയുന്ന 100 രൂപ ഫീസ് ഉണ്ടായിരിക്കുക. SC/ST PWD കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന 100 രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. OBC ജനറൽ കാൻഡിഡേറ്റ്സിന് പറയുന്ന 100 രൂപ എക്സാമിനേഷൻ ഫീസ് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിസംബർ 27 അവസാന തീയതി. അപ്പോൾ ഡിസംബർ 27 മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട ആ ഒരു പേജിൽ നിന്ന് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ നിന്നാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കിയത്. ഈ ഒരു പേജിൽ നിന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഇവിടെ തന്നെ കാണാം. എന്തായാലും ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഇടാം. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പേജ് നമുക്ക് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഇവിടെ ഓപ്പണായി വരിക. ഈ ഒരു പേജിൽ നിന്നുമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നേരത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായി ഒരിക്കൽ കൂടി നൽകിയിട്ടുണ്ട്. വീണ്ടും ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ബെനിഫിറ്റ്സ്, ജനറൽ കണ്ടീഷൻസ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. റിലാക്സേഷൻസ്, സെലക്ഷൻ പ്രൊസീജിയർ അത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും ആ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിൽ നിന്ന് കറക്റ്റായി വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരിക. അതായത് 3 പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഓരോ പോസ്റ്റിനുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് എത്ര പോസ്റ്റിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. അപ്പോൾ 3 പോസ്റ്റിലേക്കും അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ വരുന്ന 3 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിബന്ധനകളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് 3നും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ 3 പോസ്റ്റിലേക്കും അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നേരത്തെ നോട്ടിഫിക്കേഷൻ പറഞ്ഞുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. +2 ആണ് അടിസ്ഥാന യോഗ്യത. അത്തരത്തിൽ ഈ രണ്ടാമത്തെ പോസ്റ്റിന് മാത്രം F&A ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന 6 സെക്ഷനിലേക്കുള്ള ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് മാത്രം അക്കൗണ്ടൻസി വിഷയമായി പഠിച്ച +2 അതായത് +2 കൊമേഴ്സ് പഠിച്ചിരിക്കും എന്നുള്ളൊരു നിബന്ധന മാത്രമാണ്. മറ്റുള്ളവയ്ക്കെല്ലാം +2 തന്നെയാണ് അടിസ്ഥാന യോഗ്യത. മറ്റുള്ള ജൂനിയർ സ്റ്റെനോഗ്രാഫറിനും ജൂനിയർ സെക്രട്ടറിനും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് 2 പോസ്റ്റിന് യോഗ്യത ഉണ്ടെങ്കിൽ 2 പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാവുന്ന. അത്തരത്തിൽ 3 പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ 3 പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാവുന്നതാണെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനുള്ള ലിമിറ്റും കാര്യങ്ങളും നൽകിയില്ല. നേരത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ 3 ഇതിൻ്റെയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ജൂനിയർ സെക്രട്ടറി അപ്പോൾ 3ലേക്കും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരിക. അത്തരത്തിൽ നിങ്ങൾ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ ആദ്യത്തെ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വീണ്ടും കാണാൻ കഴിയും. തൊട്ടടുത്ത് തന്നെ അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ഈ പറയുന്ന അപ്ലൈ നൗ എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഓപ്പണായി വരുന്നതായിരിക്കും. അവിടെ നിന്നുമാണ് നിങ്ങൾ പിന്നീട്
നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആ ഒരു പേജിൽ നിന്നുമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക എന്നുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പേജ് ഇവിടെ കാണാം, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നെയിമോ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നൽകുക. നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയതിന് ശേഷം നിങ്ങൾക്ക് താഴത്തെ ഒരു ക്യാപ്ച കോഡ് ഉണ്ടായിരിക്കും, അതിന് തന്നെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പേജിൽ പോകും. ഇത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ എന്തായാലും പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആവശ്യപ്പെടും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തേണ്ടി വരിക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പേജിൽ നിന്നുമാണ് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അപേക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക. ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സാധാരണ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമുകളിൽ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമുകളിലും ചോദിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള പേജ് ആയിരിക്കും നൽകേണ്ടത്. അതിനുശേഷം എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേയ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് സാധാരണ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമുകളിൽ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ചോദിക്കുക. നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു പോസ്റ്റിൻ്റെ പേരും നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേജിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണുവാനും കഴിയും. അത്തരത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തൊട്ടടുത്ത പേജ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ചോദിക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം കറക്റ്റായിട്ട് ഓരോ പേജിൻ്റെ കഴിയുമ്പോഴും ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകും. അത്തരത്തിൽ ഓരോ പേജിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് ഈ ഒരു ഫോമിൻ്റെ ഓൺലൈൻ ഫോമിൻ്റെ എല്ലാ പേജിലെയും ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി ഫില്ലപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവസാനത്തെ പേജിൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് കൂടി നടത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത്തരത്തിൽ എല്ലാ പേജുകളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവസാനം ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് ഓരോ പോസ്റ്റിലേക്കും നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നേരത്തെ കാണിച്ച ഒരു പേജ് വഴിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ആ ഒരു അപ്ലൈ ഓൺലൈൻ എന്തായാലും ആ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് ഓരോന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നീട് ഈ ഒരു പേജ് നിങ്ങൾ ക്ലോസ് ചെയ്യാൻ പാടുകയുള്ളൂ. അപ്പോൾ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. ബാക്ക് ഒന്നും അടിക്കരുത്. കാരണം ബാക്ക് വരാതെ തന്നെ ഈ ഒരു പേജിൽ നിന്നും നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഈ ഒരു പേജ് ക്ലോസ് ചെയ്യാതിരിക്കുക. ബാക്ക് വരാൻ ശ്രമിക്കരുത്. ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിലോട്ട് വരുവാൻ കഴിയുകയില്ല. പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പോസ്റ്റാണെന്ന് സെലക്ട് ചെയ്യുക. അതിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവസാനം വരെ അത് കഴിയുന്നവരെ നിങ്ങൾ ഈ ഒരു പേജ് ക്ലോസ് ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മറക്കാതിരിക്കുക. കാരണം അത് ശ്രദ്ധ തെറ്റിയാൽ പിന്നെ അത് പിന്നീട് ചിലപ്പോൾ അത് എറർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ എറർ വരുത്താതിരിക്കുക. അപ്പോൾ നേരത്തെ കാണിച്ച ഒരു പേജ് എന്തായാലും ആ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പേജിലേക്ക് വരും. അവിടെ 3 ഓപ്ഷനുകൾ ഈ പറയുന്ന 3 പോസ്റ്റിൻ്റെയും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോമുകൾ അവിടെ ഉണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമുകളുടെ ലിങ്കുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിന് നേരെയുള്ള അപ്ലൈ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാത് ഓപ്ഷനുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ 3 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും +2 യോഗ്യതയുള്ള ആളുകൾക്ക് ഈ പറയുന്ന അത്തരത്തിൽ ടൈപ്പ് റൈറ്റിംഗ് സ്പീഡുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കമ്പ്യൂട്ടറിലായിരിക്കും ടൈപ്പ് റൈറ്റിംഗ്, പഴയ പോലെ ടൈപ്പ് റൈറ്ററിലൊന്നും ആയിരിക്കില്ല. കമ്പ്യൂട്ടറിലുള്ള ആ ഒരു ടൈപ്പിംഗ് സ്പീഡ് തന്നെയാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അത്തരത്തിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരിക്കൽ കൂടി വ്യക്തമായി പരിശോധിക്കാം, വ്യക്തമായി വായിക്കാം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത്തരത്തിൽ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ നിങ്ങൾ എന്തായാലും അപേക്ഷിക്കാൻ ശ്രമിക്കുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.